ശ്രീ ആലിങ്കൽ മുഹമ്മദ് നമ്മുടെ ഈ 6ാം വാർഷിക നിർമ്മിതി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കാരണം നിങ്ങൾക്കറിയുന്ന പോലെ അബീർ മെഡിക്കൽ ഗ്രൂപ്പ് ഗൾഫിലുടനീളം പേരും പെരുമയും ഉണ്ടാക്കിയിട്ടുള്ള വലിയൊരു മഹാസ്ഥാപനമാണ്. ആരോഗ്യരംഗത്ത് വലിയൊരു പേരുണ്ടാക്കിയ സ്ഥാപനമാണ്. അദ്ദേഹം 24ൻ്റെ ചെയർമാനാണ്. അതിനുപരി നമ്മൾ ഒരുപക്ഷെ ഈ നിങ്ങൾക്കറിയാം, ഏത് സ്ഥാപനം തുടങ്ങണമെങ്കിലും പ്രത്യേകിച്ച് വാർത്താ ചാനലോ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ടെലിവിഷൻ ചാനലൊക്കെ തുടങ്ങാൻ ഒരുപാട് കോടികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. ഈ നിക്ഷേപം നടത്താൻ പല ആളുകളും റിസ്ക് എടുക്കത്തില്ല. കാരണം ഇതൊരു റിസ്ക്കാണ്. കാരണം പ്രത്യേകിച്ച് മാധ്യമത്തിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ ബുദ്ധിയുള്ളവരാരും ചെയ്തില്ലെന്നൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബുദ്ധിയില്ലാത്തവരാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ചോദിച്ചു കളയരുത്. അപ്പോൾ എന്നാൽ നമുക്കൊരു മാറ്റത്തിൻ്റെ കാറ്റുണ്ടാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ആത്മവിശ്വാസമുള്ള ഒരുപക്ഷെ ഈ വാർത്താ ചാനൽ തുടങ്ങാൻ ഏറ്റവും നിർബന്ധം പിടിച്ച ഒരാളാണ് ശ്രീ ആലിങ്കൽ മുഹമ്മദ്. അദ്ദേഹത്തിന് ഒരുപാട് ചാരിറ്റി ഇടപാടുകളൊക്കെ ഉണ്ട്, നിങ്ങൾക്കറിയാം. കേരളം എപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഏറ്റവും വലിയൊരു നോവാണ്. കാര്യങ്ങളൊക്കെ നേരെ പോകുന്നില്ലല്ലോ എന്നെപ്പോഴും പറയും. മാത്രമല്ല ഈ വാർത്താ ഇടങ്ങളിലൊക്കെ തന്നെ പക്ഷപാതമേ കാണിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ചെയർമാൻ കൂടിയാണ്. അഭിമാനത്തോടെ നമ്മൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് കിടക്കുന്നു. ശ്രീ ആലിങ്കൽ മുഹമ്മദ്. അതിവേഗത്തിൽ വളരുന്ന വാർത്താ ചാനൽ എന്ന നിലയിലേക്ക് 24നെ എത്തിച്ചത് പ്രേക്ഷകരാണ്. അതോടൊപ്പം ഈ സ്ഥാപനത്തെ സ്വന്തമായി കാണുന്ന ജീവനക്കാരും. ശ്രീകണ്ഠൻ നായർക്ക് പിന്നിൽ ഒരു കുടുംബത്തെ പോലെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന 100 കണക്കിന് ജീവനക്കാരുണ്ട്. പ്രേക്ഷകരോടും ചാനൽ കുടുംബാംഗങ്ങളോടും ഈ സന്ദർഭത്തിൽ നന്ദി അറിയിക്കുകയാണ്. ഇനിയുമേറെ നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. ഏത് പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ എല്ലാവരുടെയും സഹകരണമുണ്ടെങ്കിൽ സാധിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എല്ലാവരും ഇനിയും കൂടി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും എൻ്റെ ആശംസ. താങ്ക് യു ശ്രീ ആലിങ്കൽ മുഹമ്മദ്.